ശബരിമലയിലെ വരുമാനത്തിന് ഒരു കണക്കുമില്ല. കുറേയൊക്കെ വരുമാനം നമ്മൾ കണക്കിൽ വരുന്നുണ്ടെങ്കിലും ബാക്കിയെല്ലാം പല വഴിക്കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പലരെ പോക്കറ്റുകൾ. സ്വർണം പൂശുന്നത് തന്നെ ആയാലും ശരി, സ്വാമി അയ്യപ്പൻ്റെ അവിടെ സ്വർണം പൂശുന്നത്, നട പൂശുന്നതൊക്കെ അവിടെ തന്നെ വേണം, ഒരു സാധനം പുറത്ത് കൊണ്ടുവരാൻ പാടില്ല. ഹൈക്കോടതിയിൽ നമുക്കറിയാം ദേവസ്വം ബെഞ്ച് തന്നെയുണ്ട്. അതെ. അപ്പോൾ അവരുടെ ഒരു നിരീക്ഷണം ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും വെട്ടിപ്പും തട്ടിപ്പും കുറഞ്ഞത്. എന്നിട്ടും ഇപ്പം വെട്ടിപ്പ് വന്നാൽ നമ്മൾ കണ്ടില്ലേ. ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ഒരു കൃത്യമായി ഇപ്പോഴെങ്കിലും കോടതി അവിടുത്തെ സ്ട്രോങ് റൂം പരിശോധിച്ച് അവിടുത്തെ കണക്കെടുക്കാനായിട്ട് ഹൈക്കോടതി ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ നിയമിച്ച് കഴിഞ്ഞു. അത് ഇന്ന് മുതൽ കണക്കെടുപ്പ് തുടങ്ങുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നമുക്കിതിനൊക്കെ ഒരു കണക്ക് വേണ്ടേ. അപ്പോൾ അവിടെയൊക്കെയുള്ള വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, സ്വർണ്ണമായാലും ശരി, സിൽവർ ആയാലും ശരി, ഡയമണ്ട് ആയാലും ശരി. ഡയമണ്ടും പലരും കൊണ്ടിടും. കോസ്റ്റ്ലി ആയിട്ടുള്ള 5 ലക്ഷം 10 ലക്ഷം ഡയമണ്ടൊക്കെ ഉണ്ട്. ആ ഡയമണ്ടൊക്കെ ഇവരെടുത്ത് വെച്ചിട്ട് നമ്മുടെ ഇവിടെ കടകളിൽ കിട്ടും കുട്ടികളുടെ ഡയമണ്ട്, 1 രൂപ 10 രൂപയ്ക്ക് ആ സാധനം വെക്കും. അതുപോലത്തെ നീല പച്ച കളറുള്ള സാധനം കിട്ടുമല്ലോ നമുക്ക് ചെറിയ, അതവിടെ വെച്ചിട്ട് മറ്റേ എടുത്തുകൊണ്ട് പോകും. ഇതിൻ്റെ വില ആര് നിശ്ചയിക്കുന്നു? അതിൻ്റെ മാറ്റം ആര് നിശ്ചയിക്കുന്നു? അപ്പം ഇവിടുത്തെ പൊന്ന് 24 പാവം പൊന്ന് തേച്ചതാണ് ഇപ്പോൾ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അത് പാളികളായിട്ടും വെച്ചിട്ടുണ്ട്, അതും വെച്ചിട്ട് 24 പവൻ കാരറ്റ്, 56 പവനൊക്കെയാണ്, 56 കാരറ്റൊക്കെയാണ് ഡയമണ്ടിൻ്റെ കാരറ്റുകൾ. അതൊക്കെ ആരാ നോക്കുന്നത്? അത് തന്നെ ശബരിമല ചിലർ പറ്റിക്കാൻ വേണ്ടിയിട്ടും അവർ ഈ കൊല്ലം സുപ്രീമിൻ്റെ പോലത്തെയൊക്കെ ഇടുന്ന ആൾക്കാരും ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. അത് നമ്മൾ തിരിച്ചറിയണ്ടേ. അത് തിരിച്ചറിഞ്ഞ് മാറ്റിയിട്ട് ബാക്കി സ്വർണത്തിൻ്റെ കണക്ക് കൃത്യമായി ഡെയിലി അത് വേണ്ടേ. അതൊന്നും ആരും അവിടെ ചെയ്യാറില്ല. ഇപ്പം തന്നെ 2 പേരെ അവിടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ. പക്ഷെ അവരാണ് കള്ളമാസം എഴുതിയത്. ശബരിമല അയ്യപ്പൻ്റെ ഒരു സാധനം വെളിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ തന്നെ നേരത്തെ 98-99 കാലഘട്ടത്തിൽ വിജയമല്യ 44 കിലോ സ്വർണം, 44.8 കിലോ സ്വർണം കൊടുത്തിട്ടാണ് അവിടുത്തെ ആ ദാരുശില്പങ്ങളും അവിടുത്തെ പടികളും അവിടുത്തെ അകത്തുള്ള എല്ലാ ഭാഗങ്ങളും അവർ സ്വർണ്ണത്തിൽ പൊതിയോ സ്വർണം തേക്കുകയോ ചെയ്ത്. അത് അവിടെ തന്നെ 60 ജോലിക്കാരുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. അവിടെ തന്നെ ചെയ്യുകയാണോ ഒരു സാധനം അവിടെ വെളിയിൽ കൊണ്ടുപോകും. ആരാണ് ഇതിന് അനുവാദം കൊടുത്തത്? പുറത്ത് കൊണ്ടുപോകാൻ ഉണ്ട്. ആ അനുവാദം കൊടുത്തവൻ തീർച്ചയായിട്ടും കോൺസ്പിറസിയിലെ പ്രതിയാണ്.